ഏരേരീന്തേരേരിന്തു രേരേരേരിന്തു ഏരേരേരീരേരേരീരു. മഞ്ഞണിഞ്ഞ മലനിരകൾക്കിടയിൽ തലയുയർത്തി നിൽക്കുന്ന കുറവൻ കുറത്തിമല. കുറവനും കുറത്തിക്കുമിടയിലൂടെ നുരഞ്ഞൊഴുകുന്ന സഖ്യപുത്രി പെരിയാർ. കോടമഞ്ഞ് കളിയാടുന്ന മലനിരകൾ, ഏലം മുണക്കുന്ന കാടുകൾ, പച്ചപ്പാർന്ന തേയിലക്കാടുകളാൽ ചുറ്റപ്പെട്ട മുട്ടക്കുന്നുകൾ, എനിക്ക് ജന്മം നൽകിയ എൻ്റെ ഇടുക്കി. ഞാൻ PK മുരളീധരൻ. ഇടുക്കിയിലെ വിദൂര ഗോത്രഗ്രാമമായ കുറുത്തിക്കുടിയിൽ അധ്യാപകനായി സേവനമനുഷ്ഠിക്കുന്നു. ഇടുക്കിയെപ്പറ്റി പറയുമ്പോൾ ഗോത്ര ജീവിതവും കുടിയേറ്റ ജീവിതവും ഇഴകലർന്ന സാഹോദര്യത്തിൻ്റെയും സഹനത്തിൻ്റെയും ചരിത്രമുണ്ട്. കാടിനോടും കാട്ടുമൃഗങ്ങളോടും മല്ലടിച്ച് മണ്ണ് പൊന്നാക്കിയ ഒരു ജനത. പണക്കാരനെന്നോ പാമരനെന്നോ ഭേദമില്ലാതെ പരസ്പരം സ്നേഹിക്കുന്ന ഒരു ജനതയിൽ നിന്നാണ് എൻ്റെ അധ്യാപന ജീവിതത്തിൻ്റെ തുടക്കം. 1999 എൻ്റെ അധ്യാപന ജീവിതം ആരംഭിക്കുന്നത്. എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടി സർക്കാർ രൂപീകരിച്ച ഒരു പദ്ധതിയാണ് DPEP. ആ DPEPക്ക് വേണ്ടിയാണ് ഞാൻ ഇടമലക്കുടിയിലേക്ക് ആദ്യം യാത്ര ചെയ്യുന്നത്. ഇടമലക്കുടിയെക്കുറിച്ച് എനിക്ക് യാതൊരു അറിവും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. വെട്ടി കാട് വെട്ടി പൊതക്കാട്ടിൽ തീ വെച്ച് കിളം ചൂട്ടിൽ കാട് കിളസ് അടകു വിത്തേ സൊളക വിത്തേ കെടുകു തൊകര അവറ വിത്തി സാമവിത്തേ തെന വിത്തി. ജീപ്പ് മാർഗം വെട്ടിമുടിയിലെത്തി. അവിടെ നിന്നും കാൽനടയായി ഉള്ള യാത്രയാണ് പിന്നീടുണ്ടായിരുന്നത്. ഒരു സാധാരണ കാട്ടുഗ്രാമത്തിൽ ജനിച്ചു വളർന്ന എനിക്ക് ആ ഒരു ഗ്രാമവുമായി ബന്ധപ്പെട്ടുള്ള ആ പശ്ചാത്തലമായിരിക്കാം ഈ ഇടമലക്കുടിയെന്ന് ഞാൻ കരുതിയാണ് യാത്ര ആരംഭിച്ചത്. ആനയും കാട്ടുപോത്തും പുലിയും എല്ലാ മൃഗങ്ങളും ഉള്ള ഒരു വനപാതയായിരുന്നു യാത്ര. ഈ യാത്രയിൽ പോകുന്ന വഴികളിൽ ആനപ്പിണ്ടത്തിൻ്റെ ചൂര് ഇതൊക്കെ കണ്ടപ്പോൾ വളരെ ഭയം തോന്നി. മാത്രമല്ല, വഴിനീളെ രക്തം കുടിക്കുന്ന അട്ടകൾ, മലമ്പാമ്പുകൾ, ഇതിനെല്ലാം തരണം ചെയ്തുള്ള ഈ യാത്ര. അപ്പോഴാണ് ഇടമലക്കുടി എന്ന ആ ഒരു കാട്ടുഗ്രാമത്തിൻ്റെ ഭീകരതയെക്കുറിച്ച് എനിക്ക് മനസ്സിലാകുന്നത്. മൂന്നാറിൽ നിന്നും യാത്ര ചെയ്യുമ്പോൾ ഇത്ര ദൂരമുണ്ടെന്നോ ഈ ഗ്രാമത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഹോട്ടലോ മറ്റ് ഒരു ആഹാര സംവിധാനങ്ങളോ അവിടെ കിട്ടില്ല എന്നുള്ള പ്രതീക്ഷയൊന്നും നമുക്കുണ്ടായിരുന്നില്ല. സാധാരണ ഒരു നാട്ടിൻ പുറത്ത് ഉള്ള ചായക്കടയെങ്കിലും അവിടെ ഉണ്ടാവാം എന്ന് കരുതി ആണ് യാത്ര ചെയ്തത്. 28 ഊരുകളടങ്ങിയ ഒരു ഗോത്ര ഗ്രാമമാണ് ഇടമലക്കുടി. അതിലെ ഏറ്റവും വനാന്തരത്തിനുള്ളിൽ ഉള്ള വാഴക്കുത്ത് എന്ന ഗ്രാമത്തിലേക്കാണ് എനിക്ക് പോകേണ്ടത്. ആ ഒരു ഗ്രാമത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഞാൻ മുമ്പ് കണ്ട ഒരു ഗ്രാമവുമായിട്ട് യാതൊരു സാമ്യവും ഈ ഗ്രാമത്തിനുണ്ടായിരുന്നില്ല. ഞാൻ ഇടമലക്കുടിയിലേക്ക് ആദ്യം ചെല്ലുന്ന ഒരു കാലഘട്ടം. ആദ്യം ഞാൻ ചെല്ലുന്നത് വാഴക്കുത്ത് എന്ന് പറയുന്ന ഒരു ഊരിലേക്കാണ്.
അവിടുത്തെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് കാടിന് നടുവിലെ ഒരു ഊര്. ഈ ഊരിനുള്ളിൽ ഒരു 10-27 കുടുംബങ്ങൾ ഇങ്ങനെ കുറഞ്ഞായിട്ട് താമസിക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെ 10-50 കുട്ടികളുടെ അധികമുണ്ട്. നമ്മളെ കാണുമ്പോൾ കാട്ടിലേക്ക് ഓടി ഒളിക്കുന്ന കുട്ടികൾ 5-15 ഇടയിലുള്ള കുട്ടികളാണ് ഇവർ. ആൺകുട്ടികളും പെൺകുട്ടികളും അടങ്ങുന്ന ഒരു സംഘം. ഇവരെല്ലാവരും നമ്മളെ കാണുമ്പോൾ തന്നെ കാട്ടിലേക്ക് ഓടി ഒളിക്കും. ഇവരെ സ്കൂളിലേക്ക് എത്തിക്കുക എന്നുള്ളത് വളരെ ശ്രമകരം തന്നെയായിരുന്നു. ഇവിടെ ഒരു സ്കൂൾ തുടങ്ങുന്നതിന് ആവശ്യമായിട്ടുള്ള യാതൊരു പശ്ചാത്തലവും ഇല്ല. അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും തന്നെ ഉണ്ടാക്കാൻ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഈ കുട്ടികൾക്കൊപ്പം കാട്ടിലൂടെ സഞ്ചരിക്കാനും അവരെ അടുപ്പിക്കാനുമുള്ള ഒരു ശ്രമങ്ങൾ. ഈ കുട്ടികൾ മാത്രമല്ല, അവിടുത്തെ സ്ത്രീകളും പുറമേ നിന്ന് ഒരു വ്യക്തി ചെന്ന് കഴിഞ്ഞാൽ അവരെ കാണുമ്പോൾ തന്നെ കാട്ടിനുള്ളിലേക്ക് ഒളിച്ചോടുന്ന അവസ്ഥയായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളൊരു കൺഫ്യൂഷൻ നമ്മുടെ മനസ്സിലിങ്ങനെ കിടന്ന് അലയടിച്ചുകൊണ്ടിരുന്നു. പ്രത്യേകിച്ചും ആ കുട്ടികളുടെ ആ ഒരു ഗ്രാമത്തിലെ ആളുകളുടെ ഭാഷ എന്ന് പറയുന്നത് അവരുടെ ഗോത്രഭാഷയായിരുന്നു. ആ ഭാഷ നമുക്കറിയില്ല. നമ്മുടെ മലയാള ഭാഷ കുട്ടികൾക്ക് ഒട്ടും വശമില്ലാത്തൊരവസ്ഥയും. ഇങ്ങനെ അവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ കാട്ടിലൂടെയും തോട്ടിലൂടെയൊക്കെ അലഞ്ഞു നടക്കുന്ന ഒരു രീതിയാണ്. അലയുക എന്ന് പറഞ്ഞാൽ അലയുകയല്ല, അവരുടെ ജീവിത മാർഗങ്ങൾ തേടിയുള്ള യാത്രയാണ്. മീൻ പിടിക്കാനും മറ്റ് വനവിഭവങ്ങൾ ശേഖരിക്കാനും ഒക്കെ കുട്ടികളും മുതിർന്നവരും അടങ്ങുന്ന സംഘം ഇങ്ങനെ കാട്ടിലൂടെ യാത്ര ചെയ്യുന്ന സ്ഥിതിയാണുള്ളത്. ഇങ്ങനെ ഈ കാട്ടിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്ന ഈ കുട്ടികളെ പകൽ സമയത്തൊന്നും നമുക്ക് കണ്ടെത്താൻ കഴിയുകയില്ലായിരുന്നു. ഒരു സന്ധ്യയോടുകൂടിയാണ് ഇവർ പിന്നീട് വീട്ടിലെത്തുക. അപ്പം അങ്ങനെ പല ദിവസങ്ങളിലും നമ്മളിങ്ങനെ ഈ ഊരിലിങ്ങനെ ഈ കുട്ടികളെയും കാത്ത് അങ്ങനെ ഇരുന്നു. എന്നിട്ട് കുട്ടികളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പം അങ്ങനെ ഒടുവിൽ ഈ കുട്ടികൾക്കൊപ്പം ചേരുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി അങ്ങനെ ആ കുട്ടികളോടൊപ്പം ചേരുകയാണ് ചെയ്തത്. അപ്പോൾ അതിലൂടെയാണ് പിന്നീട് നമ്മൾ ഈ കുട്ടികളുമായിട്ട് ഒരു ചങ്ങാത്തവും കുട്ടികളുമായിട്ട് ഒത്തിരി കളിക്കാനും അവരുടെ കൂടെ കാട്ടിൽ കൂടെ നടന്ന് പഴം പറിക്കാനും കിഴങ്ങ് മാന്താനും അതുപോലെ ഞണ്ട് പിടിക്കാനും ഒക്കെ നമ്മൾ കൂടുകയും അങ്ങനെ കുട്ടികളുമായിട്ട് നല്ലൊരു അടുപ്പം സൃഷ്ടിക്കാൻ സാധിച്ചു. അങ്ങനെ അവരിലൂടെ തന്നെ നമ്മൾ ഈ അവരുടെ ഭാഷ പഠിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ആ ഭാഷ പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ അവരുമായിട്ട് സംസാരിക്കാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുകയും അങ്ങനെ നമ്മൾ ഈ കുട്ടികളെ ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂട്ടി പിന്നീട് അവരെ വിദ്യാഭ്യാസത്തിലേക്ക് നയിക്കാനുള്ള ഒരവസരമാണ്. മുതുകിലേസിട്ടു സമ്മകട്ടി കാട്ടില് മയില് കൈകളില്. അപ്പോൾ നമുക്ക് ഈ കുട്ടികളെ എല്ലാവരെയും ഒന്നിച്ചൊരു സ്ഥലത്ത് എത്തിക്കാൻ സാധിച്ചുവെങ്കിലും നമുക്കവിടെ ഈ കുട്ടികളെ ഇരുത്തി പഠിപ്പിക്കാനുള്ള യാതൊരുവിധ സംവിധാനങ്ങളും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഇനി എന്താണ് ചെയ്യുക എന്നുള്ളൊരു കൺഫ്യൂഷൻ നമ്മുടെ മനസ്സിലങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ഒരു കൊച്ചു ചാവടിയുണ്ട്. അപ്പോൾ ആ ചാവടി താൽക്കാലികമായിട്ട് നമുക്ക് ഇത് ഒന്ന് റെഡിയാക്കി എടുക്കാം എന്ന് അവിടുത്തെ ആ കാണി പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ കാണിയുടെയും മറ്റ് ആളുകളുടെയൊക്കെ ഒരു സഹകരണത്തോടു കൂടി അതൊന്ന് അടിച്ച് വൃത്തിയാക്കി ഒരു കൊച്ചു ചാവടിയാണ്. ചാവടി എന്ന് പറയുമ്പോൾ ഒരു 10 അടി നീളവും ഒരു 6-7 അടി വീതിയൊക്കെ ഉള്ള ഒരു ചാവടി. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാൻ അവിടുത്തെ ആൾക്കാരെല്ലാം കൂടി അങ്ങനെ അതൊന്ന് റെഡിയാക്കി എടുത്തു. അങ്ങനെ ആ റെഡിയാക്കി എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും 52 കുട്ടികളാണ് നമുക്ക് ഉള്ളത്. ഈ 52 കുട്ടികളെയും അവിടെ ഇരുത്തി പഠിപ്പിക്കാനുള്ള യാതൊരു ഇതുമില്ല. മാത്രമല്ല നമുക്കിപ്പം ഈ DPEP തുടങ്ങിയെങ്കിലും DPEP ആണ് ഇത് കൺഫേം ചെയ്തിട്ട് ഇത് ആസൂത്രണം ചെയ്തതെങ്കിൽ പോലും നമുക്ക് ഒരു പഠനോപകരണം കിട്ടിയിരുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ കുട്ടികളെ പഠിപ്പിക്കുക? അപ്പോൾ അതിനുള്ള സാഹചര്യങ്ങൾ ഒന്നും ഇല്ല. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ കുട്ടികളെ എഴുതാൻ പഠിപ്പിക്കുന്നതെന്ന് പറയുമ്പോഴത്തേനും ഈ ചാവടിയിലെ ആ പൊടിമണ്ണിലാണ്. ആ പൊടിമണ്ണിൽ അങ്ങനെ വിരൽ കൊണ്ട് അവരുടെ ഭാഷയിലുള്ള ചില ജീവികളുടെ പേര്, അതുപോലെ ചില സസ്യങ്ങളുടെ
വിത്തുകളുടെ, പഴങ്ങളുടെ, ഇങ്ങനെയൊക്കെയുള്ള കുറേ പേരുകൾ അവരെ കൊണ്ട് അവിടെ എഴുതാൻ പഠിപ്പിക്കുകയും ഞണ്ട്, മീൻ, അങ്ങനെയുള്ള ഈ ഓരോ കാര്യങ്ങൾ നമ്മൾ അവരെ കൊണ്ട് എഴുതിക്കുകയും ഒക്കെയാണ് ചെയ്തത്. അപ്പം ഈ മുഴുവൻ കുട്ടികൾക്കും ഇരിക്കാൻ പറ്റാത്തൊരു സ്റ്റേജാണല്ലോ ഉള്ളത്. അപ്പോൾ ഇനി എന്താണ് ചെയ്യുക? അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴത്തേനും DPP ഒരു കുറച്ച് ഒരു 10-20,000 രൂപ തന്നു. അപ്പോൾ അങ്ങനെ ആ പൈസ വെച്ചുകൊണ്ട് നമ്മളൊരു ചെറിയൊരു വീട്, ഒരു സ്കൂൾ കെട്ടിടം ഉണ്ടാക്കിയെടുത്തു. അതായത് അവരുടെ ആ ഒരു തനതായ രീതിയിലുള്ള മണ്ണും ഈറ്റക്കമ്പും കല്ലും ഒക്കെ ഉപയോഗിച്ചു കൊണ്ടുള്ള ഒരു വീട് നിർമ്മിച്ചെടുത്തു. ഓടകടന്ന് നമ്മുടെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള പഠനോപകരണങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു 5-6 മാസം പിടിച്ചു. ഒരു 6 മാസം കഴിഞ്ഞപ്പോഴത്തേനും DPPയുടെ കുട്ടികൾക്ക്, അതായത് നമ്മുടെ ആന്ധ്രാപ്രദേശിലെ ഋഷി വാലിയിൽ നടപ്പാക്കിയ ഒരു പദ്ധതിയുണ്ട്, ഈ കാർഡ് സിസ്റ്റം. അത് ഈ മൾട്ടി ഗ്രേഡ് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് രൂപപ്പെടുത്തിയൊരു കാർഡുകളാണ്. അപ്പോൾ ഈ കാർഡ് എന്ന് പറയുമ്പോഴത്തേനും സ്വയം പഠന സഹായികളാണ്. അപ്പോൾ ഈ കാർഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള പഠന രീതിയാണ് പിന്നീട് തുടർന്നത്. എന്നാൽ ഈ കാർഡിനുണ്ടായിരുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുമ്പോഴത്തേനും ആദ്യം തന്നെ ഒരു ഫോട്ടോ, ഒരു ചിത്രം കുട്ടീനെ കാണിക്കുന്നു. ആ ചിത്രത്തിലെ പേര് എന്താണോ ആ കുട്ടി അത് മനസ്സിലാക്കുന്നു, അത് പറയുന്നു. അതിൻ്റെ ആ ഒരു എഴുത്ത് രൂപവും അതിനോടൊപ്പം തന്നെ ചേർത്തിട്ടുണ്ട്. പക്ഷേ നമ്മളൊരു മാനിൻ്റെ ചിത്രം നമ്മൾ കുട്ടിയുടെ മുമ്പിലേക്ക് നമ്മൾ കാണിക്കുമ്പോൾ കുട്ടി പറയുന്നത് കുന്തക്കാലൻ എന്നാണ്, ഇതിലെഴുതിയിരിക്കുന്നു മാനെന്നും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ആ കുട്ടിയുടെ ഭാഷയും ഈ കാർഡും തമ്മിൽ ഒരു ബന്ധവും ഒരവസ്ഥയിലേക്ക് വന്നു. പിന്നീട് നമ്മൾ ചെയ്തതെന്ന് പറയുമ്പോഴത്തേനും ആ കാർഡിന് അനുരൂപമായിട്ടുള്ള വേറെ എഴുത്ത് രൂപങ്ങൾ പകരം ചേർത്തുകൊണ്ടുള്ള ഒരു പഠന രീതി. ഇപ്പോൾ കുട്ടി പറയുന്നത് കുന്തക്കാലൻ എന്നാണെങ്കിൽ ആ കുന്തക്കാലൻ തന്നെ എഴുതിക്കൊണ്ടുള്ള ഒരു രൂപം കുട്ടിയുടെ മനസ്സിലേക്ക് കൊടുക്കുകയും അങ്ങനെ പുതിയ കാർഡുകൾ നമ്മൾ സൃഷ്ടിച്ചുകൊണ്ട് ഉള്ളൊരു പഠന രീതിയാണ് പിന്നീട് അവിടെ നടന്നത്. അപ്പോൾ ഇങ്ങനെ ഈ കുട്ടികൾ ഒരു 3-4 വർഷം കഴിഞ്ഞപ്പോഴത്തേനും ഈ കുട്ടികളുടെ ഏകദേശം നല്ല രീതിയിൽ കുട്ടികൾ എഴുതാനും വായിക്കാനും ഒക്കെ കുട്ടികൾക്ക് സാധിച്ചു. എന്നാൽ ഇവിടെ 5 മുതൽ 15 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ 4ാം തരം കഴിഞ്ഞപ്പോഴത്തേനും അവരുടെ ഈ ഒരു പ്രായം അധികരിക്കുകയും അങ്ങനെയുള്ള കുട്ടികളെ പിന്നീട് സ്കൂളിലേക്ക് തുടർ പഠനത്തിന് അയക്കാൻ പറ്റാത്തൊരു അവസ്ഥയും വന്നു. ഈ സാഹചര്യത്തിൽ ഈ കുട്ടികൾ പുറത്തേക്ക് അവരുടെ ആ പരമ്പരാഗത കൃഷിയിലേക്കും വനവിഭവ ശേഖരണങ്ങളിലേക്കൊക്കെ അവർ കടന്നു പോവുകയും അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും കുട്ടിയിൽ നിന്നും അക്ഷരങ്ങൾ നഷ്ടപ്പെടുകയും അവർ വായനാശീലമില്ല, വായിക്കാനുള്ള അവസരങ്ങളില്ല, ഈ ഒരു രീതിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും കുട്ടികൾ അക്ഷരം മറക്കുന്ന ഒരവസ്ഥ വന്നു. അപ്പോൾ ഇതിനെ എങ്ങനെ തരണം ചെയ്യാം എന്ന് ആലോചിച്ചപ്പോഴാണ് നമുക്കൊരു കൊച്ചു ലൈബ്രറി ഇവിടെ സ്ഥാപിക്കാമെന്ന്. അങ്ങനെയാണ് ഈ സുഹൃബന്ധത്തിൻ്റെ ഒരു കൂട്ടായ്മയിലൂടെ നമ്മളവിടെ ഒരു ലൈബ്രറി സ്ഥാപിക്കുന്നത്. ഇടമലക്കുടിയുടെ ഒരു പശ്ചാത്തലത്തിൽ അവിടെ ഒരു ലൈബ്രറി തുടങ്ങുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ളൊരു കാര്യമാണ്. പ്രധാനമായിട്ടും നമുക്ക് ആവശ്യം പുസ്തകങ്ങളാണ്. ഈ പുസ്തകങ്ങൾ കളക്ട് ചെയ്യുക. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം സമീപിച്ചത് ഇടമലക്കുടി ഗ്രാമപഞ്ചായത്തിനെയാണ്. 2010 ഇടമലക്കുടി ഗ്രാമപഞ്ചായത്ത് രൂപാന്തരപ്പെടുത്തുന്നത്. ഒരു ഗ്രാമപഞ്ചായത്തിൽ ആ പഞ്ചായത്തിൻ്റെ കീഴിലൊരു ലൈബ്രറി വേണമെന്നുള്ള നിയമവും നിലനിൽക്കുകയാണ് നമ്മൾ ഈ പഞ്ചായത്തിനെ സമീപിക്കുന്നത്. പക്ഷേ പഞ്ചായത്തിൻ്റെ സമീപനം അവിടെ ഒരു ലൈബ്രറിയുടെ ആവശ്യമില്ല എന്നുള്ളൊരു തരത്തിലുള്ളതായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് സുഹൃത്തുക്കളായിട്ടുള്ള മാധ്യമപ്രവർത്തകരെ ബന്ധപ്പെട്ടുകൊണ്ട് പുസ്തകങ്ങൾ കളക്ട് ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചത്. അപ്പോൾ അങ്ങനെ കിളിപ്പാട്ട് മാഗസിൻ്റെ പ്രവർത്തകരായിട്ടുള്ള ഉണ്ണിപ്രശാന്ത്, സന്തോഷ്, അതുപോലെ തന്നെ മറ്റൊരു മാധ്യമപ്രവർത്തകനായിട്ടുള്ള നമ്മുടെ സുമേഷ്, ഈ സുഹൃത്തുക്കളുടെ സഹായത്തോടു കൂടി ആണ് ആദ്യമായിട്ട് നമ്മൾ പുസ്തകങ്ങൾ കളക്ട് ചെയ്യുന്നത്. ഈ പുസ്തകങ്ങൾ ഈ സുഹൃത്തുക്കൾ മൂന്നാറിൽ എത്തിച്ചു തരികയും
അവിടെ നിന്നും അവർക്കൊപ്പം തന്നെ ഈ പുസ്തകങ്ങൾ ആനയും കടുവയും കാട്ടുപോത്തും പുലിയും ഒക്കെയുള്ള വനത്തിലൂടെ മുതുകത്ത് കെട്ടി ചുവന്നാണ് നമ്മൾ ഇരിപ്പുകല്ലിലെത്തിക്കുന്നത്. കിലോമീറ്ററുകളോളം മണിക്കൂറുകളോളം കാട്ടിലൂടെ സഞ്ചരിച്ച് ഇരിപ്പുകല്ലിലെത്തിച്ചു. അവിടെ എത്തിയപ്പോൾ നമുക്ക് ഈ പുസ്തകങ്ങൾ വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സൗകര്യം നമുക്കില്ല. ഒരു ലൈബ്രറി കെട്ടിടമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാഴായിട്ട് കിടക്കുന്ന ഒരു മുറിയോ നമുക്ക് ലഭ്യമായിരുന്നില്ല. അപ്പോൾ ഇതെവിടെയാണ് നമ്മൾ ഈ ഒരു ലൈബ്രറി സ്ഥാപിക്കുക എന്ന് ആലോചിച്ചപ്പോഴാണ് നമ്മുടെ ചിന്നത്തമ്പി, ഇരിപ്പുകൽക്കുടി ചിന്നത്തമ്പി അദ്ദേഹത്തിൻ്റെ ചായക്കടയിൽ ഈ ലൈബ്രറി പുസ്തകങ്ങൾ സൂക്ഷിക്കാമെന്നും അദ്ദേഹം ഇത് വിതരണം ചെയ്തു കൊള്ളാമെന്നുള്ള അഭിപ്രായം അദ്ദേഹം പറയുന്നത്. അങ്ങനെയാണ് ഈ അദ്ദേഹത്തിൻ്റെ ആ ഒരു ചായക്കടയിൽ അക്ഷര എന്ന പേരിൽ ഈ ലൈബ്രറി സ്ഥാപിക്കുന്നത്. തുടർന്ന് ആ പ്രദേശങ്ങളിലുള്ള എഴുത്തും വായനയും അറിയാവുന്ന പല യുവതികളും യുവാക്കളും കുട്ടികളും അടക്കം എല്ലാവരും ഈ പുസ്തകങ്ങൾ എടുക്കുകയും അവരത് വായിക്കുകയും അങ്ങനെ ഒരു വായനാശീലം അവിടെ വളർത്തിയെടുക്കുന്നതിനും വേണ്ടിയിട്ട് സാധിച്ചു. തേനുണ്ട് തേനുണ്ട് അഴകുണ്ട് ഗംഗുണ്ട് കാട്ടുപയങ്ങളുണ്ട്. ഇവർ ഈ ഒരു സ്ഥലത്തിരുന്ന് വായിക്കുക അങ്ങനെയുള്ളൊരു രീതി ആയിരുന്നില്ല. ഇവർ പണിയാൻ പോകുന്ന സ്ഥലത്തും കാട്ടിൽ പോകുന്ന സ്ഥലത്തും അവരുടെ ഈ തോൾ സഞ്ചിയിൽ പുസ്തകങ്ങളുമായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ അവർ വായിക്കുന്നു. ചെറിയ ചെറിയ പുസ്തകങ്ങൾ, വലുതൊന്നും അവർക്ക് വായിക്കാൻ കഴിയുന്നില്ല. ഇപ്പം സ്റ്റാൻഡേർഡ് കൂടിയ പുസ്തകങ്ങളൊന്നും അവർക്ക് വായിക്കാനുള്ള ശേഷിയൊന്നും ആദ്യഘട്ടത്തിലുണ്ടായിരുന്നില്ല. പിൽക്കാലത്ത് അവർ എല്ലാ പുസ്തകങ്ങളും എടുത്ത് വായിക്കാൻ തുടങ്ങി. ഈ എടമലക്കുഴിയുടെ ഒരു പ്രത്യേക ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു രീതി, അവിടുത്തെ ഈ കുട്ടികളെ പുറത്ത് കൊണ്ടുപോയി വിട്ട് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ രക്ഷിതാക്കൾക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അവർക്ക് എന്തോ ഭയം ആയിരുന്നു. പ്രത്യേകിച്ചും അമ്മമാർ അവരുടെ പെൺകുട്ടികളെ പുറത്ത് കൊണ്ടുപോയി വിട്ട് പഠിപ്പിക്കുന്നതിന് തീരെ താല്പര്യം ഇല്ലായിരുന്നു. അവർക്കെന്തോ ഭയമാണ്. ഈ സാഹചര്യത്തിൽ എല്ലാവർക്കും വിദ്യാഭ്യാസം വേണം എന്നുള്ള ഒരു തീരുമാനത്തിൽ നമ്മൾ മിക്കവാറും എല്ലാ അമ്മമാരെയും നമ്മൾ കണ്ട് അവർക്ക് കൂടുതൽ പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് ഈ പെൺകുട്ടികളെ നമ്മൾ പുറത്ത് എത്തിച്ച് പഠിപ്പിക്കാനുള്ള അവരുടെ ആ ഒരു താല്പര്യം വർദ്ധിപ്പിക്കാനും നമുക്ക് കഴിഞ്ഞു. അപ്പം അങ്ങനെ ധാരാളം കുട്ടികൾ, ആൺകുട്ടികളും പെൺകുട്ടികളുമായിട്ടുള്ള കുട്ടികൾ പുറത്ത് ഹോസ്റ്റലുകളിൽ പോയി നിന്ന് പഠിക്കുകയും അവർക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടുകയും അങ്ങനെ PG വരെ കഴിഞ്ഞിട്ടുള്ള പെൺകുട്ടികൾ നമുക്ക് ഇന്നിപ്പോൾ എടമലക്കുടി പ്രദേശത്ത് കാണാൻ കഴിയും. तभी किसी मीडिया में मैं केरल की अक्षरा लाइब्रेरी के बारे में पढ़ रहा था. आपको यह जानकर आश्चर्य होगा कि लाइब्रेरी इडुक्की के घने जंगलों के बीच बसे एक गांव में है. यहाँ के प्राथमिक विद्यालय के शिक्षक PK मुरलीधरन और छोटी सी चाय की दुकान चलाने वाले PV चिन्नाथम्पी, इन दोनों ने इस लाइब्रेरी के लिए अथक परिश्रम किया है. एक समय ऐसा भी रहा जब गट्ठर में भरकर और पीठ पर लाद कर यहाँ पुस्तकें लाई गई. आज ये लाइब्रेरी आदिवासी बच्चों के साथ हर किसी को एक नई राह दिखा रही है.